മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇക്വലൻസിന്റെ 1-2 പ്രോബ്ലംസ് ചെയ്തു. ഇനി അടുത്ത മറ്റൊരു പ്രോബ്ലം നമ്മൾ പറയുകയാണ്. വരികയോ ക്വസ്റ്റ്യനെ കുറിച്ചോളൂ. ക്വസ്റ്റ്യൻ show that the relation capital R, show that the relation capital R defined as capital R is equal to set ordered pair A comma B such that A minus B is uneven. അത് സെറ്റ് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയില്ല. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയുന്നു. ഷോ ദാറ്റ് ദ റിലേഷൻ ക്യാപിറ്റൽ ആർ ഡിഫൈൻഡ് ആസ് ആർ എൻ ഡി is an equivalence relation. Okay. അപ്പോൾ ഇത് ഇക്വലൻസ് റിലേഷൻ ആണ് എന്ന് ഷോ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയുന്നത്. അപ്പോൾ ഓർഡേർഡ് പെയർ A, B ആറിലെ മെമ്പർ ആണെന്ന് പറഞ്ഞാൽ A മൈനസ് B എന്താവണം? ഈവൻ ആവണം. നേരത്തെ നമ്മൾ ടീച്ചർ പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഈവൻ ആണ്. അപ്പോൾ ഈവൻ ആവണം. അത് ഈവൻ ആണെങ്കിൽ മാത്രമേ ഓർഡേർഡ് പെയർ A, B ഈവൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്താ പറയാൻ പറ്റുള്ളൂ, അത് പിന്നെ കണ്ടീഷൻ ഹോൾഡ് ചെയ്യത്തുള്ളൂ. അതാണ് ഇതിന്റെ മെമ്പർ ആണെങ്കിൽ കണ്ടീഷൻ ഹോൾഡ് ചെയ്യും. അപ്പോൾ ഒന്നാമത്തെ കേസ് റിഫ്ലെക്സീവിനെ കുറിച്ച് പറയാം. റിഫ്ലെക്സീവിനെ കുറിച്ച് പറയുമ്പോൾ ഈ ബിക്ക് വേവ് എടുക്കണം. ബിക്ക് വേവ് എടുക്കുമ്പോൾ A മൈനസ് എ എന്നുള്ള ഈവൻ നമ്പർ കിട്ടണം. A മൈനസ് എ ഈവൻ നമ്പർ കിട്ടുകയാണെങ്കിൽ പറയുന്നത് മനസ്സിലാവുന്നില്ല. A മൈനസ് എ ഈവൻ നമ്പർ കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാൻ കഴിയും ആ റിലേഷൻ റിഫ്ലെക്സീവ് ആണെന്ന് പറയാം. അപ്പോൾ നോക്കാം. നമ്മൾ സപ്പോസ് ഓർഡേർഡ് പെയർ A, A belongs to capital R, which implies A minus A is equal to 0 ഈവൻ or which is true. ശരിയല്ലേ? അത് ഈവൻ ആണ്. which is true. അപ്പോൾ നമുക്ക് പറയാം which is true and even is an even. So R is a reflexive. R എന്തായി മാറി? reflexive ആയി. ഇനി രണ്ടാമത്തെ കേസ് ordered pair A, B belongs to capital R. ordered pair A, B belongs to capital R ആണെങ്കിൽ എ ബി എന്ന് പറയുന്ന ആറിൽ ഉണ്ടെങ്കിൽ ബി എയും ഉണ്ടെങ്കിൽ മാത്രമേ സിമെട്രിക് ആവൂ. അപ്പോൾ ഓർഡേർഡ് പെയർ A, B belongs to capital R എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് is an even. ഇത് ഈവൻ ആണെങ്കിൽ, ഇതിന്റെ ഡിഫറൻസ് ഈവൻ ആണെങ്കിൽ, നമ്മൾ നേരത്തെ ഇന്റിജറിന്റെ കേസ് നേരത്തെ പറഞ്ഞ പോലെ ഇത് ഈവൻ ആണെങ്കിൽ അതിന്റെ ഇപ്പൊ A മൈനസ് B 2 കിട്ടി. 2 എന്നുള്ള ഈവൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു നെഗറ്റീവ് കൊടുത്താലും അതിന്റെ എന്തായിരിക്കും? ഈവൻ ആയിരിക്കും. നെഗറ്റീവ് ഉള്ള ഈവൻ നമ്പർ. അപ്പോൾ നമുക്ക് പറയാം which implies minus of A minus B is an even. ശരിയല്ലേ? which implies minus of A minus B എന്ന് പറയുന്നത് B minus A is an even. അപ്പോൾ A minus B ഈവൻ ആയപ്പോൾ ഓർഡേർഡ് പെയർ A, B belongs to capital R ആയി. അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടി B minus A is an even കിട്ടി. B minus A is an even എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ordered pair B, A belongs to capital R. അപ്പോൾ AB R ഉണ്ടെങ്കിൽ എന്തും വരണം? B
ബിയും ആറിലും ഉണ്ടെങ്കിൽ മാത്രമേ, ഇത് 2 ആണെങ്കിൽ മാത്രമേ എന്താകത്തുള്ളൂ, സിമെട്രിക് ആകത്തുള്ളൂ. എ ബി ആറിലുണ്ട്, പക്ഷേ ബി എ ആറിൽ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറയാൻ പറ്റില്ല, നമുക്ക് സിമെട്രിക് ആണെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ alternate pair A, B belongs to capital R, which implies alternate pair B, A belongs to capital R, which implies R is symmetric. R is symmetric. ചിന്തിക്കേണ്ട വേറെ ഒന്നുമില്ല. ഇതിന്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പർ വ്യക്തമായി പറയാം a - b എന്നുള്ള ഈവൻ ആണ്. a - b ഈവൻ ആണെങ്കിൽ ഒരു ഈവൻ നമ്പർ 10 ആണ്, ഒരു ഈവൻ നമ്പർ ആണ്. അപ്പോൾ a - b 10 ആണെങ്കിൽ അതിന് നെഗറ്റീവ് കൊടുത്താലും -10 ഈവൻ ആണ്, നെഗറ്റീവ് നമ്പർ ആണ്. അപ്പോൾ -10. ഓക്കേ, R is symmetric. R is symmetric. അടുത്ത കേസ്. അപ്പോൾ റിഫ്ലെക്സീവ് ആയി സിമെട്രിക് ആയി. മൂന്നാമത്തെ കേസ് ട്രാൻസിറ്റീവ് ആണ്. ട്രാൻസിറ്റീവ് ആണോ എന്ന് നോക്കാം. ട്രാൻസിറ്റീവിന്റെ കേസ് എടുക്കുമ്പോൾ എ ബിയും ബി സി, എ ബിയും ആറിലെ മെമ്പർ ആണ്, ബി സിയും ആറിലെ മെമ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ എ സിയും ആറിലെ മെമ്പർ ആവണം. നോക്കാം. Ordered pair A, B belongs to capital R and ordered pair B, C belongs to capital R. ശരി, ഇതിന്റെ മെമ്പർ ആണെന്ന് പറയുന്നു, ഇതും ഇതിന്റെ മെമ്പർ ആണ്. ഇത് തന്നെ ഇവിടെ ഫസ്റ്റ് ആണ്. ഇവിടെ ഇത് എയും ബി എടുത്തിട്ട് ഇവിടെ സിയും ഡി എടുക്കരുത് കേട്ടോ, അത് നമ്മൾ പൊളിഞ്ഞു പോകും. അപ്പൊ ഈ വരുന്ന നമ്പർ, ഈ സെക്കൻഡ് നമ്പർ ആണ് ഇവിടെ ഫസ്റ്റ് ആയിട്ട് വരുന്നത്. ഒന്നിന് 2 ബന്ധം, 2-ന് 3 ബന്ധം. അങ്ങനെയാണെങ്കിൽ ഒന്നിന് 4 ബന്ധം വേണം, 3 ബന്ധം വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ ആ 3 പേരും ഉണ്ടെങ്കിൽ, 2 പേരും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മൂന്നാമത്തെ ജീവി ഉണ്ടാവണം, എങ്കിൽ മാത്രമേ ഇതാവത്തുള്ളൂ, ട്രാൻസിറ്റീവ് ആവത്തുള്ളൂ. അപ്പം എയും ബിയും ഉണ്ടെങ്കിൽ ബിയും എയും ഒന്നിന് 2 ബന്ധം, 2-ന് 1 ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ സിമെട്രിക് ആവുള്ളൂ. പക്ഷെ അവർ ഉണ്ടാവണമെന്നില്ല, ഉണ്ടായാൽ അത് ഉണ്ടാവണം. 1-ഉം 2-ഉം ഉണ്ടെങ്കിൽ 2-ഉം 1-ഉം ഉണ്ടാവണം, എങ്കിൽ മാത്രമേ എന്താവത്തുള്ളൂ സിമെട്രിക്. 1-ഉം 2-ഉം ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് പറയാം which implies എ ബി ആറിലെ മെമ്പർ ആണെന്ന് പറഞ്ഞാൽ a - b is an even. ബി സി ആറിലെ മെമ്പർ ആണെന്ന് പറഞ്ഞാൽ b - c is an even. ശരിയല്ലേ? അപ്പൊ a - b ഈവൻ ആണ്, b - c ഈവൻ ആണ്. അപ്പൊ ഇത് 2 ഇത് 4 ആണ് ഇങ്ങനെ. അങ്ങനെയാണെങ്കിൽ 2 നടുക്ക് കൂട്ടുന്ന 6 ഈവൻ അല്ലേ? അപ്പൊ ഇത് നമുക്ക് പറയാം which implies a - b plus b - c is an even. അത് ഈവൻ ആണ്. ശരി, അതിനർത്ഥം which implies -b plus b പോയിട്ട് a - c is an even. കണ്ടോ? അപ്പൊ a - c ഈവൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം a - b ഈവൻ ആയപ്പോൾ ഓർഡേർഡ് പേർ A, B belongs to capital R. b - c ഈവൻ എന്ന് പറഞ്ഞപ്പോൾ ഓർഡേർഡ് പേർ B, C belongs to capital R. അപ്പോൾ ഓർഡേർഡ് പേർ A, C ഈവൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം which implies അതിനെ ചെയ്യുന്നത് ഓർഡേർഡ് പേർ A, C belongs to capital R. അപ്പോൾ 1-ഉം 2-ഉം മെമ്പർ ആണ്, 2-ഉം 3-ഉം മെമ്പർ ആണ്. അതിന് നമുക്ക് കിട്ടി 1-ഉം 3-ഉം ഒരു മെമ്പർ ആണ്, which implies R is transitive. അപ്പോൾ റിഫ്ലെക്സീവ് ആയി, സിമെട്രിക് ആയി, ട്രാൻസിറ്റീവ് ആയി. hence R is an equivalent summation. Hence R is an equivalent summation. അത് equivalent summation ആണ്. കുറിച്ചോ ചോദ്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. ചോദ്യം പൂർണ്ണമായി ഇങ്ങനെ എഴുതിയോ സംശയമുണ്ട്. ഷോ ദാറ്റ് എങ്ങനെ എഴുതുന്നത്? ഷോ ദാറ്റ് ദ റിലേഷൻ ക്യാപിറ്റൽ ആർ ഓൺ ദി സെറ്റ് ക്യാപിറ്റൽ ആർ എന്ന് എഴുതണം കേട്ടോ. ആ സെറ്റ് എഴുതിയില്ലേ, അത് എഴുതണം, നമ്മൾ ആഡ് ചെയ്യണം. ഷോ ദാറ്റ് ദ റിലേഷൻ ക്യാപിറ്റൽ ആർ അത് ക്യാപിറ്റൽ റിലേഷൻ ക്യാപിറ്റൽ ഓൺ ദി സെറ്റ് ക്യാപിറ്റൽ ആർ, ഇത് സെറ്റ് ഓഫ് റിയൽ നമ്പർ ഈസ് ഡിഫൈൻഡ് ആസ് on the set capital എന്ന് എഴുതണം. അതേ വിട്ടു പോയി. on the set capital. ഓക്കെ, മറ്റൊരു ചോദ്യം കഴിഞ്ഞല്ലോ. മറ്റൊരു ചോദ്യം വളരെ സിമ്പിൾ ആയ ചോദ്യമാണ്. ഷോ ദാറ്റ് ദ റിലേഷൻ ക്യാപിറ്റൽ ആർ in the set show that the relation capital R in the set show that the relation capital R in the set
set in the set in the set in the set in the set 1 2 3 set 1 2 3 given by in the question given by r is equal to Roster formula r is equal to 1 to ordered pair 1 to simple problem 2 1 2 1 1 2 2 1 is symmetric but neither reflexive 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 nor transitive but neither reflexive nor transitive. ഇത് സിമെട്രിക് ആണെന്ന് തെളിയിക്കണം. പക്ഷെ എന്തല്ലാന്ന് തെളിയിക്കണം? റിഫ്ലെക്സീവ് അല്ല, ട്രാൻസിറ്റീവ് അല്ല. വളരെ സിമ്പിൾ ആണ്. ഇതൊരു പബ്ലിക് സമയത്ത് 2 സ്കോറിൽ ചോദിച്ച ചോദ്യമാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഈ സെറ്റിന്റെ റിലേഷൻ അറിയുന്നു. ഈ സെറ്റിന്റെ റിലേഷൻ എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഈ സെറ്റിന്റെ റിലേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ 1 ഉം 2 ഉം 3 ആണ്. അപ്പോൾ റിഫ്ലെക്സീവ് എന്ന് പറയുമ്പോൾ ആ സെറ്റിൽ 1 1 ഉണ്ടാവണം, 2 2 ഉണ്ടാവണം, 3 3 ഉണ്ടാവണം. ഉണ്ടോ? ഇല്ല. നമുക്ക് പറയാം ഓർഡേർഡ് പെയർ 1,1 does not belongs to capital. Ordered pair 2,2 does not belongs to capital. Ordered pair 3,3 does not belongs to capital, which implies R is not reflexive. R is not reflexive. ഇനി നമ്മൾ ഈ സെറ്റിൽ എല്ലാത്തിനും വേണമെന്നില്ല, നമ്മളെ റിലേഷൻ മാത്രം നോക്കിയാൽ 1 2 ബന്ധമുണ്ട്. എടുത്തു പറയുന്നു 1 2 ബന്ധമുണ്ടെങ്കിൽ സിമെട്രിക് ആണെങ്കിൽ 2 1 വേണം. 1 2 ബന്ധമുണ്ടെങ്കിൽ ഇത് ഉണ്ടെങ്കിൽ ഇതും വേണം, ഇതില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ 1 2 ബന്ധമുണ്ടെന്ന് എടുത്ത് പറയുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മതി. 1 2 ബന്ധമുണ്ടെങ്കിൽ 2 1 വേണം. ഇനി ഒരുപക്ഷെ 1 3 ബന്ധം ഇതിൽ കാണിച്ചെങ്കിൽ 3 1 ബന്ധം കാണും. ഇനി 2 3 ഇവിടെ ബന്ധം കാണിച്ചെങ്കിൽ 3 2 ബന്ധം കാണും. അപ്പോൾ നമുക്ക് പറയാം അടുത്തത് ordered pair 1,2 belongs to capital, which implies ordered pair 2,1 belongs to capital. 1 2 ബന്ധമുണ്ട്, അതിന് 2 3 ബന്ധമുണ്ട്, which implies R is symmetric. മനസ്സിലായോ? ഇനി മൂന്നാമത്തെ കേസ് 1 2 R ലെ മെമ്പറാണ്, 2 1 R ലെ മെമ്പറാണ്. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഈ രണ്ടാമത്തെ എലമെന്റിനെ ഫസ്റ്റ് ആയിട്ട് പറയാം. 1 2 ബന്ധമുണ്ട്, 2 1 ബന്ധമുണ്ട്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും 1 4 ബന്ധം വേണം, 1 ബന്ധം വേണം. 1 1 ബന്ധമുണ്ടോ? ഇല്ല. ബട്ട് ordered pair 1,1 does not belong to capital. ഇത് നമുക്ക് പറയാം which implies R is not transitive. Hence R is symmetric. Right? R is symmetric. But not only but neither reflexive nor transitive. Okay, no transitive. അടുത്ത ക്വസ്റ്റ്യൻ നല്ല ക്വസ്റ്റ്യൻ 2 സ്കോർ ചോദിക്കാനുള്ള ഇതൊക്കെ നമ്മൾ എക്സാമ്പിളിൽ പറഞ്ഞ കാര്യങ്ങൾ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ show that each of the relation ഉണ്ട്, each of the relation are in the set capital A. Show that each of the relation capital R in the set capital A
in the set capital A, in the set capital A. ഇനി അസറ്റ് പറഞ്ഞിരിക്കുന്നു ക്യാപിറ്റൽ എ സമം ക്യാപിറ്റൽ എ സമം ക്യാപിറ്റൽ എ is equal to capital A is equal to capital A is equal to set x belongs to z such that അത് ഏറെ ആണല്ലേ such that 0 less than equal to x less than equal to 12 0 x less than equal to 12 comma given by r is equal to set r is equal to set ordered where तो दोनों केस है ordered where a comma b such that absolute value modulus of a minus b is a multiple of 4 എന്ന് പറഞ്ഞാൽ എ ബി ആറിലെ മെമ്പർ ആണെന്ന് പറഞ്ഞാൽ അതിന്റെ ഡിഫറൻസിന്റെ അബ്സല്യൂട്ട് വാല്യൂ 4 ന്റെ മൾട്ടിപ്പിൾ ആണ് 4 മൾട്ടിപ്പിൾ ആയിരിക്കണം 4 8 12 വരും രണ്ടാമത്തെ കേസ് r is equal to രണ്ടാമത്തെ മെഷർ സെറ്റ് തന്നെയാണ് അപ്പോൾ x ഏലുള്ള എലിമെന്റ്സുകൾ x ആണ് x എന്ന് പറയുന്നത് 0 മുതൽ 12 വരെ അപ്പോൾ രണ്ടാമത്തേത് r is equal to സെറ്റ് ordered pair a comma b such that a is equal to b ഇവിടെ ഇതിലെ മെമ്പർ ആണെന്ന് പറഞ്ഞാൽ a എന്ന് പറയുന്നതായിരിക്കും b രണ്ട് തുല്യമായിരിക്കും ഈ സബ് ചോദ്യം പുനമായി പറയാണ് ഈ സബ് ഇക്വലൻസ് റിലേഷൻ ആണെന്ന് ഷോ ചെയ്യാനാണ് പറഞ്ഞത്. ഓക്കെ, ഒന്നാമത്തെ കേസ് ഞാൻ ചെയ്യും, രണ്ടാമത്തത് നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യും. നിങ്ങൾ രണ്ടാമത് ചെയ്യാൻ പറ്റും, വളരെ സിമ്പിൾ ആണ്. നമ്മൾ പറഞ്ഞ കൺസെപ്റ്റ് വെച്ച് ചെയ്യാൻ പറ്റും. ഒന്നാമത് ഞാൻ ചെയ്യണം. ഒന്നാമത് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എ എന്ന് പറയുന്നത് എന്താണെന്ന് എഴുതാം. എ നമുക്കറിയാം, എ ഈസ് ഈക്വൽ ടു 0 മുതൽ 12 വരെ 0 1 2 3 എക്സെട്രാ 12. ഇതിന്റെ സെറ്റ് ബിൽഡർ ഫോം തന്നിരിക്കണം. നമുക്ക് ഇതിന്റെ റോസ്റ്റർ ഫോം തരണം. r is equal to പൂജ്യത്തിന് ശ്രദ്ധിക്കണം, 0 ആണ് എടുക്കുന്നത്. 0 എടുത്താൽ 0 എടുത്താൽ എന്താണ് അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ? അപ്പം നമുക്ക് 0 മുതൽ പറയല്ലേ, 0 മുതലേ 0 മുതൽ 12 വരെയാണ്, 0 മുതൽ 12 വരെയാണ്. അപ്പൊ നമുക്ക് ഓക്കെ, അപ്പൊ 12 വരെയാണ്. അവിടെ 0 ആണ് എടുക്കുന്നതെങ്കിൽ 0 മൈനസ് 0, അപ്പോൾ മോഡുലസ് ഓഫ് 0 ദാറ്റ് മീൻസ് 0 ആണ്. ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. അത് 4 ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. അപ്പോൾ അത് അതിനകത്ത് വരത്തില്ല. 4 ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം എഴുതിയാൽ മതി. പറയുന്ന മനസ്സിലാകുന്നില്ല. 4 ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം എഴുതിയാൽ മതി. ഇനി നമുക്ക് 0 1 എടുക്കുമ്പോൾ 0 മൈനസ് 1 1 എന്ന് പറഞ്ഞാൽ 4 ന്റെ മൾട്ടിപ്പിൾ അല്ല. 0 2 വരത്തില്ല, 0 3 വരത്തില്ല, 0 4 ശരിയല്ലേ? 0 5 വരത്തില്ല, 0 5 വരത്തില്ല. നിങ്ങൾ ചെയ്തോളാം. 0 5 വരത്തില്ല, 0 6 വരത്തില്ല, 0 7 വരത്തില്ല, 0 8 ശരിയല്ലേ? 0 8 ആണോ അല്ലേ? ആണ്. കാരണം പറഞ്ഞാൽ ഇതിന്റെ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ -4 മോഡുലസ് എന്ത് വരും? -4 മോഡുലസ് ഇതിലുള്ള എലമെന്റ്സ് തന്നെയാണ്. -4 മോഡുലസ് എന്ന് പറയുന്നത് 4. അപ്പോൾ 4 4 മൾട്ടിപ്പിൾ ആണ്.
0 8 0 മൈനസ് 8 8 8 മൾട്ടിപ്പിൾ. ഇനി അടുത്തത് ശരിയല്ലേ? അടുത്തത് 0 8 എടുത്തു. അടുത്ത 0 9 നടക്കില്ല, 0 9 നടക്കത്തില്ല, 0 10 നടക്കത്തില്ല, 0 11 നടക്കത്തില്ല, 0 12. ശരിയല്ലേ? അടുത്തത് ഇതുപോലെ എഴുതി പോകണം. 1 0 എടുക്കുമ്പോൾ 1 0 എടുക്കുമ്പോൾ 1 മൈനസ് 0 കുഴപ്പമില്ല, മൾട്ടിപ്പിൾ അല്ല, എക്സ് മൾട്ടിപ്പിൾ 4 അല്ല. 1 2 ഇല്ല, 1 3 ഇല്ല, 1 4 ഇല്ല, 1 5 രണ്ട് നിമിഷം 1 5 എഴുതാം. പിന്നെ 1 5 കഴിഞ്ഞാൽ 1 6 ഇല്ല, 1 7 ഇല്ല, 1 8 ഇല്ല, 1 9. ഈ രീതിയിൽ കൺസെപ്റ്റ് ചെയ്ത് ഈ രണ്ട് പ്രോബ്ലം ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ശരി. ഈ സെറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ഒന്ന് ട്രൈ ചെയ്യണം. അടുത്ത പ്രോബ്ലം അത് സെറ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. വളരെ സിമ്പിളാണ്. അത് രണ്ടും ചെയ്ത് കൊള്ളണം. അത് കിട്ടിയില്ലെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് വിളിക്കണം. തീർച്ചയായിട്ടും നമ്മൾ അടുത്ത ക്ലാസ് ചെയ്യുന്നതായിരിക്കും. ഒരു സംശയം വേണ്ട. നമ്മൾ നമ്പർ ട്രൈ ചെയ്യണം. നമ്മൾ പഠിച്ച കൺസെപ്റ്റ് വെച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ. അടുത്തൊരു ചോദ്യം. Show that the relation capital R in the set capital A. Show that the relation capital R in the set capital A of all the books in a library of a college given by capital R is equal to relation है set ordered by x comma y such that x and y have same number of pages. Set close is an equivalence relation. One നിമിഷം. Set ordered by x comma y such that x and y have same number of pages. അത് ഇക്വലൻസ് റിലേഷൻ ആണ് എന്നാണ് നമുക്ക് തെളിയിക്കാം. അപ്പൊ എക്സും വൈയും ആറിലെ മെമ്പർ ആണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ എക്സും വൈക്കും സെയിം നമ്പർ ഓഫ് പേജസ് ആണ് എന്ന് പറഞ്ഞാൽ അവിടെ എക്സും വൈ ഒക്കെ എന്തിനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ ആ എ എന്ന് പറയുന്ന സെറ്റിൽ അത് എന്തിനാണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ കോളേജിലെ ലൈബ്രറിയിലെ പുസ്തകങ്ങളുടെ കളക്ഷനെയാണ് ആ സെറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇത് റിഫ്ലക്സീവ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ചെയ്യാൻ നോക്കി. റിഫ്ലക്സീവ് ആണോ എന്ന് ചോദിച്ചാൽ ഓർഡേർഡ് ബൈ എക്സ് കോമ എക്സ് ആറിലെ മെമ്പറാണ്. കാരണം ഒരു ഫിസിക്സ് പുസ്തകം അതേ പുസ്തകം തന്നെ ആ പുസ്തകത്തിനോട് റിലേറ്റ് ആണ്. അപ്പൊ അതിനെത്ര പേജുണ്ടോ അതേ പുസ്തകത്തിന് വലിയ വ്യത്യാസം വേണ്ട. അപ്പം ബോത്ത് എക്സ് ആൻഡ് എക്സ് ഹാവ് സെയിം നമ്പർ ഓഫ് പേജസ്. അപ്പൊ നമുക്ക് പറയാം ഓർഡേർഡ് ബൈ എക്സ് കോമ എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ബോത്ത് എക്സ് ആൻഡ് എക്സ് ഹാവ് സെയിം നമ്പർ ഓഫ് പേജസ്. അതിന് പറയാം which implies R is reflexive. ഇനി ഓർഡേർഡ് ബൈ x, y belongs to capital R എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇതിലെ മെമ്പർ ആണെന്ന് പറഞ്ഞാൽ x നും y ക്കും എന്താണ് സെയിം നമ്പർ ഓഫ് പേജസ് ആണ്. x and y have same number of pages. ഇത് ഫിസിക്സിന്റെ കെമിസ്ട്രി ആണെന്നിരിക്കട്ടെ. ഫിസിക്സിന്റെ കെമിസ്ട്രിക്കും അതിനകത്തുള്ള കണ്ടന്റ് സെയിം ആവണമെന്നില്ല, നമ്പർ ഓഫ് പേജസ് സെയിം ആയാൽ മതി. അതാണ് കണ്ടീഷൻ. അപ്പോൾ ഇത് ഫിസിക്സ് ഇത് കെമിസ്ട്രി രണ്ടിനും ഒരേ നമ്പർ ഓഫ് പേജസ് ആണ്. അതിന് തിരിച്ചും പറയാം കെമിസ്ട്രി ഫിസിക്സിന് ഒരേ നമ്പർ ഓഫ് പേജസ് അല്ലേ. which implies
y and x have same number of pages. ഇത് നമുക്ക് പറയാം y and x have same number of pages എന്ന് നമുക്ക് പറയാം ordered by y, x belongs to capital. ശരിയല്ലേ? അപ്പോൾ x y ആരുടെ മെമ്പർ ആണ്? y x ഉം ആരുടെ മെമ്പർ ആണ്? R is symmetry. R is symmetry. R is symmetry. മനസ്സിലായോ? R എന്താണ്? സിമെട്രിക് ആണ്. R എന്താണ്? സിമെട്രിക് ആണ്. അപ്പോൾ R സിമെട്രിക് ആണ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ റിഫ്ലെക്സീവുമായി സിമെട്രിക്കുമായി ഇനി നമുക്ക് ട്രാൻസിറ്റീവിനെ കുറിച്ചാണ് പറയേണ്ടത്. ട്രാൻസിറ്റീവിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ട്രാൻസിറ്റീവ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ട്രാൻസിറ്റീവിനെ കുറിച്ച് പറയുമ്പോൾ നോക്കിയിരിക്കുക, x y R ലെ മെമ്പറാണ്, y z R ലെ മെമ്പറാണെന്നില്ല. ഇത് രണ്ടും ഇതിലുണ്ടെങ്കിൽ, ഈ റിലേഷൻ ഉണ്ടെങ്കിൽ x z അതിലുണ്ടെങ്കിൽ മാത്രമേ എന്താവത്തുള്ളൂ? ട്രാൻസിറ്റീവ് ആവത്തുള്ളൂ. അപ്പോൾ x y R ലെ മെമ്പർ എന്ന് പറഞ്ഞാൽ അർത്ഥം x and y have same number of pages, അല്ലേ? and y z ലെ മെമ്പർ എന്ന് പറഞ്ഞാൽ y and z have same number of pages. ശരിയല്ലേ? അപ്പോൾ x ഉം y ക്കും സെയിം നമ്പർ ഓഫ് പേജസ് ആണ്, y ക്കും z നും സെയിം നമ്പർ ഓഫ് പേജസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടിനും നമ്പർ ഓഫ് പേജസ് ഈക്വൽ ആണ്, ഇതിന്റെ നമ്പർ ഓഫ് പേജസ് ഈക്വൽ ആണ്. അപ്പോൾ x ന്റെ y ന്റെ നമ്പർ ഓഫ് പേജസ് ഈക്വൽ ആണെങ്കിൽ y ന്റെ z ന്റെ നമ്പർ ഓഫ് പേജസ് ഈക്വൽ ആണ്. അങ്ങനെ x ന്റെ z ന്റെ നമ്പർ ഓഫ് പേജസ് ഈക്വൽ അല്ലേ? which implies x and z have same number of pages, which implies x ന്റെ z ന്റെ ഒരേ നമ്പർ ഓഫ് പേജസ് എന്ന് പറഞ്ഞാൽ x, z belongs to capital, which implies x y r മെമ്പറായി y z r മെമ്പറായി. അപ്പോൾ x z ഇവിടുത്തെ മെമ്പറായി r മെമ്പറായി. so r is transitive, hence r is an equivalent solution. Equivalent solution. Okay. ശരിയല്ലേ? ഓക്കെ, ഇത്രയുമാണ് നമുക്ക് രണ്ടാമത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ തന്നിട്ടുണ്ട്, അതൊന്ന് ചിന്തിക്കുക. അപ്പോൾ അതിനകത്ത് നമുക്ക് മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. അപ്പോൾ 0 0 1 1 2 2 എല്ലാം 0 വരും, കാരണം അതിനകത്ത് അബ്സല്യൂട്ട് 0 വരും. പിന്നെ നമുക്ക് 0 വെച്ചുകൊണ്ട് നമുക്ക് ആദ്യമുള്ളത് 0 1 നടക്കത്തില്ല, 0 2 നടക്കത്തില്ല, 0 3 നടക്കത്തില്ല, പിന്നീട് 0 4 നടക്കും. അപ്പോൾ ഈ രീതിയിൽ കൂടി ഇരിക്കും. പറഞ്ഞ മനസ്സിലായാലും ഓക്കെ, അത് ഇക്വലൻസ് ആണ് ഷോ ചെയ്യാം. അത് എന്ന് വെച്ചാൽ രണ്ടാമത്തെ കേസ് A is equal to B, ആ കേസ് കൺസെപ്റ്റ് എടുത്തോളൂ. ഇത് രണ്ടും അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ ചെയ്ത് നോക്കണം. കിട്ടിയില്ലെങ്കിൽ പിന്നീട് നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആ കൺസെപ്റ്റ് നോക്കണം. അതേ സ്റ്റൈലിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഹോംവർക്ക് എന്നിട്ട് അതേ സ്റ്റൈലിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് പിന്നെ 0 0 1 1 1 1 -1 0 അതിൻ്റെ അബ്സല്യൂട്ട് എടുക്കും. അപ്പോൾ അത് മൾട്ടിപ്പിൾ ഓഫ് 4 വരും. അപ്പോൾ ബാക്കി രീതിയിൽ നമ്മൾ ചെയ്തു. ശരി.